ഇസ്ലാം സമാധാനത്തിന്റെയും സന്ദേശത്തിന്റെയും സാന്ത്വനത്തിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ് എന്നത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അല്പം ചില ആളുകൾ ബോധപൂർവം ഇസ്ലാമിന്റെ നന്മയെ മറച്ചുവെച്ച് ചില ദോഷൈകതൃക്കുകൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ പർവ്വതീകരിച്ച് സമൂഹത്തിനെ ലോകത്തിന്റെ ഇടയിൽ മുസ്ലിമീങ്ങളെ താറടിക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ മതം എന്ത് എന്ന് പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. ഞാൻ ഒരിക്കലും ഇസ്ലാമിനെതിരെ ഒളിയമ്പുകളും വസ്ത്രങ്ങളും എഴുതിവിടുന്ന ആളുകളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവരെ ഞാൻ ഒരിക്കലും ആക്ഷേപിക്കില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. ഡേവിഡ് മൂസ പിഡ്കോക്ക് പറഞ്ഞതുപോലെ ഇസ്ലാം ഈസ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ബട്ട് ദി മുസ്ലിംസ് ആർ ദി വേർസ്റ്റ് ഡീലർ. ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പന്നം, ലോകത്തെ ഏറ്റവും മൂല്യമുള്ള പ്രൊഡക്റ്റ് അത് ഇസ്ലാമാണ്. ഇസ്ലാം ഈസ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ബട്ട് മുസ്ലിംസ് ആർ ദി വേർസ്റ്റ് ഡീലർ. പക്ഷേ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ, അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് കൈക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഈ ഇസ്ലാമിനെ സമൂഹത്തിന്റെ ഇടയിൽ, സമൂഹങ്ങൾക്കിടയിൽ കരിവാരിത്തേക്കാൻ കാരണമായത് എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന സഹോദരൻ പറയുമ്പോൾ എല്ലാ അർത്ഥതലങ്ങളിലും ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിനെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മന്ത്രിമാർ, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള പട്ടാളക്കാർ, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഭൂരിഭാഗവും അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് ചരിത്രം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ഹാസ്യ കഥാപാത്രമായി കാണുന്ന, പക്ഷേ ലോകം ഒരു വലിയാണ് എന്ന് അംഗീകരിച്ച ആദരണീയരായ കുഞ്ഞായി മുസ്ലിയാരിന്റെയും മങ്ങാട്ടച്ചന്റെയും സൗഹൃദ കഥകൾ നമ്മൾക്ക് പരിചിതമാണ്. വലിയൊരു പണ്ഡിതനായിരുന്നു. കപ്പപ്പാട്ടിന് എന്ന ഒരു ഗ്രന്ഥത്തിന്റെ കവിതാശകലങ്ങളുടെ രചയിതാവ് കൂടിയായ കുഞ്ഞായി മുസ്ലിയാർക്ക് മങ്ങാട്ടച്ചനില്ലാത്ത ജീവിതം അറിയില്ല. കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മങ്ങാട്ടച്ചന്റെ കഥകളാണ്. മങ്ങാട്ടച്ചൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞായി മുസ്ലിയാരുടെ കഥകളാണ്. സാമൂതിരി രാജാവ് എന്ന് പറയുമ്പോ കുഞ്ഞാലി മരക്കാരുടെ കഥകളാണ് ഓർമ്മ വരുന്നത്. ടിപ്പു സുൽത്താൻ എന്ന് പറയുമ്പോ പൂർണ്ണയ്യയുടെ കഥകളാ ഓർമ്മ വരുന്നത്. മമ്പുറന്തങ്ങൾ എന്ന് പറയുമ്പോ കോന്തുനായരുടെ കഥകളാ ഓർമ്മ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ഏതൊക്കെ മുഖമൂലകളിൽ മുസ്ലിമീങ്ങൾ ഭരണം കൊണ്ടാടിയിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ, അവരുടെ ഉപദേശ നിർദ്ദേശകരായി അവരുടെ പട്ടാളങ്ങളിലും സൈന്യങ്ങളിലും ഭരണ കേന്ദ്രങ്ങളിലും അവർ വിന്യസിച്ചിരുന്നത് അമുസ്ലിമീങ്ങളെയാണ്. അതുപോലെ അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളെ ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തുകൊണ്ടോ എന്തെന്നറിയില്ല, അല്പം ചില കാലങ്ങളായി ചില അസ്വസ്ഥതകൾ നമ്മുടെ നാടുകളിലും ചുറ്റുഭാഗങ്ങളിലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വിഷമകരമാണ്. ഇവിടെ ചർവണം നടത്തപ്പെട്ടതുപോലെ ഇസ്ലാം സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ്. ഹൈന്ദവ മതം പറയുന്നത് ഓം ശാന്തി ശാന്തി, സമാധാനത്തിലേക്ക് വിളിക്കുകയാണ് ഹൈന്ദവ മതം. ക്രൈസ്തവ മതം വിളിക്കുന്നത് സമാധാനത്തിലേക്ക്. അതുപോലെ തന്നെ ഇസ്ലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പരിശുദ്ധ മതം ഇസ്ലാമും നമ്മെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ പാതയിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി ഒരു ജൂതൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികളുടെ കൊടിയ ശത്രുക്കളാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, വലതജിദന്നഹും, 'ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ ശത്രുത പുലർത്തുന്ന ആളുകൾ
ഇസ്ലാമിനെ സമൂഹത്തിന്റെ ഇടയിൽ ഇന്നും കരിവാരിത്തേക്കുവാനും നിഷ്കാസനം ചെയ്യുവാനും വേരോട് പിഴുതെറിയാനും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂതന്മാർ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നത് ഒരു ജൂതനായ ഒരു പയ്യനായിരുന്നു. ആ ഒരു ജൂതനായ ഒരു പയ്യൻ രോഗിയായി രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു തന്റെ സേവകനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ജൂതനായ കുട്ടിയുടെ സമീപത്തുണ്ട് അവന്റെ പിതാവ്. പക്ഷേ പാരത്രിക ജീവിതമുണ്ടെന്നും മരണശേഷം ഒരു ലോകമുണ്ടെന്നും പറയുന്ന വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അസ്തമിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറയുന്നുണ്ട്, അസ്ലിം, നീ മുസ്ലിമായിക്കോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ അടിച്ചേൽപ്പിക്കലില്ല. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ ഫദക്കിർ ഇന്നമാ ആത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നബിയേ, നിങ്ങൾ ഉപദേശിച്ചാൽ നിങ്ങളുടെ ഡ്യൂട്ടി ആളുകൾക്ക് സന്ദേശം എത്തിക്കലാണ്. അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല. നിങ്ങളുടെ കടമ, നിങ്ങളുടെ ദൗത്യം സമൂഹത്തിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കലാണ്. നിർബന്ധിച്ചിട്ട് അവർ മതപരിവർത്തനം നടത്തേണ്ടത് ഹബീബിന്റെ ബാധ്യതയല്ല, മുസ്ലിമീങ്ങളുടെയും ബാധ്യതയല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, പരിശുദ്ധ മതം ഒരാളെയും നിർബന്ധത്തോടെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഹബീബ് മരണശൈലിയിൽ കിടക്കുന്ന ആ സേവകനോട് പറയുന്നു, അസ്ലിം, നീ മുസ്ലിമായിക്കോ. മുസ്ലിമായാൽ നിന്റെ പാരത്രിക ജീവിതം രക്ഷപ്പെടാൻ നിനക്ക് പറ്റും, അതുകൊണ്ട് മുസ്ലിമായിക്കോ. ആ കുട്ടി ജൂതനായ തന്റെ പിതാവിനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ജൂതനായ തന്റെ പിതാവിനെ നോക്കാൻ തുടങ്ങി. ഉപ്പ എന്താ പറയണത്? അപ്പോ ജൂതനായ ഉപ്പ, ജൂതനായ പിതാവ് പറയേണ്ടത് വിശ്വസിക്കരുത് മോനെ എന്നാണ്. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. ആ ജൂതനായ പിതാവ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിം എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞത്, ഐ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, എന്റെ പൊന്നുമോനെ, അബുൽ ഖാസിം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഓമന പേരാണ് അബുൽ ഖാസിം എന്നുള്ളത്. ഹബീബിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നാമമാണ് അബുൽ ഖാസിം. ആ ഒരു സ്നേഹത്തിന്റെ ഓമന പേരുകൊണ്ട് ഇസ്ലാമിന്റെ കൊടിയ ശത്രു വിളിക്കുകയാണ് അബുൽ ഖാസിം, ഹബീബിന്റെ ഇഷ്ടനാമം. എന്നിട്ട് പറയാ, അബുൽ ഖാസിം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ കൊച്ചുമോനോട് ഉപ്പ പറഞ്ഞു കൊടുക്കാൻ. കുട്ടി മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്ത്യശ്വാസം മരിച്ചുപോയി. ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയോട് പറയുന്നത്, കുട്ടി മുസ്ലിമായ സ്ഥിതിക്ക് കുട്ടിയെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ സംസ്കരിക്കുന്നത് പോലെ ഖബറിൽ കൊണ്ടുപോയി മറമാടുന്നത് പോലെ ഞങ്ങൾ മറമാടിക്കോട്ടെ. പിതാവ് സമ്മതിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു ബി മിനന്നാർ. അല്ലാഹുവേ, ഞാൻ കാരണത്താൽ ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയല്ലോ. നരകത്തിലേക്ക് പോവേണ്ടവൻ, നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ട ഒരു കുട്ടിയെ, ഒരു സഹോദരനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ. അൽഹംദുലില്ലാ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹ്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ,
ഒരു തെറ്റ് ചെയ്താൽ നന്മ കൊണ്ട് നേരിടണമെന്ന് പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. ഒരു തെറ്റ് ചെയ്താൽ ഒരാളാക്രമിച്ചാൽ അങ്ങോട്ട് അടിക്കാനല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരെ കരിവാരി തേക്കുവാനും ഇസ്ലാമിനെ പരിഹസിക്കുവാനും ആളുകൾ ശ്രമിക്കുമ്പോ അവരെ നിർമ്മാർജ്ജനം ചെയ്യാനല്ല, അവരെ ആക്രമിക്കാനല്ല മുസ്ലിമീങ്ങളായ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. പിന്നെന്തിനാണ് എന്തെങ്കിലും ഒരു തിന്മകൾ ഇങ്ങോട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൊടിയ ശത്രുക്കൾക്കിടയിലുള്ള ശത്രുത പോലും പമ്പ കടന്ന് അവർ രണ്ടുപേരും സുഹൃത്തുക്കളാവാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. മദീനയിലേക്ക് ചെന്നു. മക്കക്കാരായ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ചു മക്കക്കാരായ മുശ്രിക്കീങ്ങൾ. എന്തിന്റെ പേരിലാണ് അന്നും ഇന്നും ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുന്നത്? എന്ത് തെറ്റാണ് മുസ്ലിമീങ്ങൾ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതാണോ നമ്മുടെ തെറ്റ്? അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവമില്ല, അല്ലാഹു മാത്രമാണ് സർവശക്തനായ റബ്ബ്, അല്ലാഹു മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞതാണോ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? ഏതെങ്കിലും ഒരു അമ്പലങ്ങൾ കയ്യേറാൻ നമ്മൾ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചർച്ചകൾ കയ്യേറാൻ പോയിട്ടുണ്ടോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ദമസ്കസിലെ ഒരു പള്ളി വിപുലീകരിക്കേണ്ട സമയത്ത് തൊട്ടപ്പുറത്തുള്ളത് ചർച്ചായിരുന്നു. തൊട്ടപ്പുറത്തുള്ളത് ക്രിസ്തീയ ചർച്ചായിരുന്നു, ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ദമസ്കസ് ഭരിക്കുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യൻ പള്ളിയെ, ക്രിസ്ത്യൻ ചർച്ചിനെ തകർത്ത് തരിപ്പണമാക്കി പള്ളി വിപുലീകരിച്ചപ്പോ ഡമസ്കസ് ഭരിക്കുന്ന മുസ്ലിമായ ഭരണാധികാരി തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യൻ ചർച്ച് തരിപ്പണമാക്കി മുസ്ലിം പള്ളി പണിതപ്പോ മുസ്ലിമീങ്ങളായ പള്ളി, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ഭവനം, അല്ലാഹുവിന്റെ ഭവനം വിപുലീകരിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറിയാനിടയായി. ഉടനെ തന്നെ സന്ദേശവാഹകൻ അയച്ചു. ഉടനെ തന്നെ ഡമസ്കസിലെത്തി. എന്നിട്ട് പള്ളി പൊളിച്ചു വീണ്ടും ക്രിസ്തീയ ചർച്ച് പണിയാൻ പറഞ്ഞു. ഈ പള്ളി പൊളിക്കുകയും ക്രിസ്ത്യന്മാർ ആരാധിക്കുന്ന ക്രൈസ്തവ ദേവാലയം പുതുക്കിപ്പണിത് പള്ളി പൊളിച്ചവിടെ ക്രൈസ്തവ ദേവാലയം പുതുക്കിപ്പണിയാൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. അപ്പോഴാണ് അന്നാട്ടുകാരായ ക്രൈസ്തവരെല്ലാം ഒരുമിച്ച് കൂടി ഇസ്ലാമിന്റെ സന്ദേശം ഇതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതറിഞ്ഞപ്പോ നേരെ വന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളി പുതുക്കി പണിയേണ്ട ആവശ്യമില്ല, അവിടെ പള്ളി തന്നെ നിന്നോട്ടെ. ഇതായിരുന്നു സൗഹാർദ്ദങ്ങള്. ഏതെങ്കിലും ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെക്കരുത്. ഐസിസിനെ പോലെയുള്ള അൽ ഖായിദയെ പോലെയുള്ള ഏതെങ്കിലും വർഗീയ തീവ്രവാദികളായ ഭീകരവാദികളായ സംഘടനകൾ ചെയ്തു കൂട്ടുന്നത് പാവങ്ങളായ കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ മതത്തിന്റെ പേരിൽ